നൈജീരിയയിൽ മാസങ്ങളായി കുടുങ്ങിക്കിടന്ന മലയാളി നാവികർ തിരിച്ചെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ നാവികരെ ബന്ധുക്കളും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചു. നാട്ടിൽ തിരിച്ചെത്താനായതിൽ സന്തോഷമുണ്ടെന്നും ഒപ്പം നിന്നവരോർ എല്ലാം നന്ദിയുണ്ടെന്നും മിൽട്ടനും വിജിത്ത് നായരും പറഞ്ഞു. പ്രതീക്ഷ അറ്റുപോയൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടും ഇവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞു. നിങ്ങളോട് ഒത്തിരി നന്ദി പറയുന്നു. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്താണ് കൂടുതലും വിഷമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാ തവണ ഫോൺ കിട്ടി വിളിക്കുമ്പോഴും ഞങ്ങൾ കുടുംബത്തിന് അറിയാനായിട്ട് കഴിഞ്ഞത് പേടിക്കണ്ട, കൂടെ ആളുകളുണ്ട്, എല്ലാവരും നമ്മുടെ കൂടെയാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അത് ഇന്നത് അന്വർത്ഥമായി തീർന്നു. എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ഒത്തിരി നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും കമ്പനീൻ്റെ ഭാഗത്തു നിന്നായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും എം.പി. ആയ ഐബിയൻ സാറിൻ്റെയും അതേപോലെ തന്നെ ഒരുപാട് എം.പിമാരുണ്ട്. റഹീം സാറ്, പേരെടുത്താൽ പറയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഭാഗത്തു നിന്നുള്ള ഇടപെടലെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ എംബസി ഹൈ കമ്മീഷണർ നമ്മുടെ സുബ്രഹ്മണ്യം സാർ IFS, പുള്ളിയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ആ ഒരു ഹാർഡ് ഡേയ്സ് എന്ന് വെച്ചാൽ ഞാനും സനു സാറും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂന്ന് ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ഫുഡും വെള്ളമൊക്കെ ഒന്നും മര്യാദക്ക് കിട്ടാതായി. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞ് നമ്മളൊരു ടോയ്ലറ്റിൽ വെള്ളം കുടിക്കാനൊക്കെയാണ് പറഞ്ഞത്. ഭയങ്കര സീൻ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു 16 മെമ്പേഴ്സിനെ എല്ലാം കൂടി ഒരു ചെറിയ റൂമിലിട്ട് പൂട്ടി അവർ ലോക്കൊക്കെ ചെയ്തിരുന്നു. അത് നമുക്കൊരു ഭയങ്കര വല്ലാത്തൊരു അനുഭവമായി വരും. നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാതെ, നമ്മളൊരു ക്രൈമും ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്യാൻറ്റ് ഇമാജിൻ. എല്ലാ ഘട്ടത്തിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് റിപ്ലൈ കിട്ടിയത് ഇവർ സേഫായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ പറ്റി, ഇവർ സേഫാണെന്ന് അറിഞ്ഞു. പിന്നീട് നിരന്തരമായ ഇടപെടലുകളും അവിടുത്തെ കോടതി അത് ഇവരും വലിയ ടാക്ട്ഫുള്ളി അത് ഡീൽ ചെയ്തു എന്നുള്ളതാണ്. സനുവും വിജിത്തും മിൽട്ടണും അത് നിരന്തരമായി ടാക്ട്ഫുള്ളി അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ അംബാസിഡർ വഴിയെല്ലാം അതിൻ്റെ എല്ലാ നിയമപരമായ വശങ്ങളും പൂർത്തീകരിച്ചു. ഇവിടെ മാധ്യമങ്ങളുടെയും നിരന്തരമായി അത് റിപ്പോർട്ട് ചെയ്യുന്നതിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നമ്മൾ പാർലമെൻറ്റിലാണെങ്കിലും ഈ വിഷയം പലതവണ റേസ് ചെയ്തു. അതിൻ്റെ ഒരു പ്രയോജനവും ഫലവും ഉണ്ടായെന്ന് കരുതുക. കൊച്ചിയിൽ നിന്ന് നവമി വിശദാംശങ്ങളുമായി ചേർന്നു. നവമി, മാസങ്ങൾക്കു ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നതിന്റെ സന്തോഷം, കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയ വെല്ലുവിളികൾ, ഏതെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മൂവരും നടത്തിയത്? അപർണ, 10 മാസത്തെ കാത്തിരിപ്പിനെ വിരാമമിട്ടുകൊണ്ടാണ് കുടുംബാംഗങ്ങൾ ഇവരെ സ്വീകരിച്ചത്. വളരെ വിഷമകരമായ അവസ്ഥയിലായിരുന്നു ഇവർ കടന്നുപോയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് ഇക്വറ്റോറിയൽ ഗിനിസേന ഇവരുടെ കപ്പൽ തടഞ്ഞത്. MC ഹീറോയിൻ ഐഡൻ എന്ന നെതർലാൻഡ് കപ്പലിലായിരുന്നു. സമുദ്ര അതിർത്തി ലംഘിച്ചു എന്ന് ആരോപിച്ചായിരുന്നു ഇവരെ തടവിലാക്കിയത്. ഗിനി സർക്കാരിന് മോചനദ്രവ്യമടക്കം വൻ തുക നൽകിയെങ്കിലും ഇവരെ വിട്ട് കൊടുത്തിരുന്നില്ല. തുടർന്ന് കേരള സർക്കാരും ഉൾപ്പെടെ നിരന്തരമായി ഇടപെട്ടതിനെ തുടർന്നാണ് ഇവരെ ഇപ്പോൾ മോചിപ്പിച്ചിരുന്നത്. ഇവരുൾപ്പെടെ 26 പേരായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത്. കപ്പലിലെ വാട്ടർമാൻ എറണാകുളം മുളവുകാട് സ്വദേശി മിൽട്ടൺ ഡിക്കോട്ട, ചീഫ് ഓഫീസർ കടവന്ത്രയിൽ താമസിക്കുന്ന സുൽത്താൻ ബത്തേരി സ്വദേശിയുമായ സനു ജോസ്, കൊല്ലം സ്വദേശി B വിജിത്ത് എന്നിവരായിരുന്നു കപ്പലിലുണ്ടായിരുന്ന 3 മലയാളികൾ. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിസ്മയുടെ സഹോദരനാണ് വിജിത്ത്. ഇവർ 3 പേരുമാണ് ഇന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. ഹൈബീഡൻ MP, അൻവർ സാദത്ത് MLA ഉൾപ്പെടെ ഇവരുടെ കുടുംബാംഗങ്ങളും ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ. നവമിയാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.